to come on the dais. I request the renowned media personality Smita Nambiar to please be seated on the dais. I request Mr. Shaji Anjal, Vice Principal of Model School, to be seated on the dais. I request owner and all in all of Saigadam Books, Ms. Sangeeta, to be seated. Let's straight away move into the function with the presidential address and welcome speech by the presiding officer of the function, Mr. Sharif Anjal, Vice Principal, Model School, Abu Dhabi. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, അക്ഷരങ്ങളെ, സാഹിത്യത്തെ, വായനയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ വൈകി നടക്കുന്ന ഒരു ചടങ്ങാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ഇരട്ടി മധുരത്തിൻ്റെ ദിവസമാണ്. കാരണം ഏകദേശം 45 വർഷം മുമ്പ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ, എന്നാൽ അതിനുശേഷം തമ്മിൽ കാണാനോ സംസാരിക്കാനോ അവസരം കിട്ടാതിരുന്ന ബഹുമാന്യനായ നമ്മുടെ ബിനോയ് സാർ, അദ്ദേഹത്തെ വീണ്ടും ഒന്നിച്ച് കാണാനും സംസാരിക്കാനും കിട്ടിയ ഒരു അസുലഭമായ അവസരം. രണ്ടാമതായി, എൻ്റെ കുടുംബത്തിലെ 3ാം തലമുറയിൽപ്പെട്ട ഒരു കൊച്ചുകുട്ടി ഒരു പ്രസാധകയായി, സാഹിത്യകാരിയായി ഉയർന്നു വരുന്നതിൻ്റെ വല്ലാത്ത ആഹ്ലാദം. നമുക്കറിയാം, ഈ കാലഘട്ടം വായന വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ വായനയെ സ്നേഹിക്കുന്ന, അതിനെ പരിപോഷിപ്പിക്കുന്ന അനേകം പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതിന് മകുടമായ ഉദാഹരണമാണ് നാം ഇന്നിവിടെ കാണുന്ന ഷാർജ പുസ്തകോത്സവം. ആ പുസ്തകോത്സവത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും, എടുത്തു പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും, വിശിഷ്യ കേരളത്തിൽ നിന്നും അനേക ആയിരങ്ങൾ ഇവിടെ വരുന്നു, പങ്കെടുക്കുന്നു, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു, പുസ്തകങ്ങൾ വാങ്ങുന്നു. ഇതിനെ നമ്മൾ വളരെയധികം അഭിനന്ദിക്കേണ്ടതാണ്. ഇതിലൊക്കെ ഉപരിയായി ഇന്ന് നടക്കുന്ന ഈ പ്രകാശന ചടങ്ങ്, ഇതിനെ നമ്മൾ കാണേണ്ട ഒരു ആംഗിൾ, ഒന്ന്, ഈ ചെറിയ പുസ്തകം, ഇതൊരു ചെറിയ പുസ്തകമാണ്. ഈ ചെറിയ പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ സഗൈതം പബ്ലിക്കേഷൻസ് കാണിക്കുന്ന ഈ മനോഭാവം എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ലോകത്തെല്ലായിടത്തും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അതിൽ ഈ ബുക്കിന് എന്ത് ബന്ധം എന്നിപ്പോൾ നമ്മൾ ചിന്തിക്കും. നിങ്ങൾ ആ ബുക്ക് വായിച്ചു നോക്കുക. ഒരു കൊച്ചു പുസ്തകം, ഒരു കൊച്ചു കുട്ടി തൻ്റെ ചുറ്റും കണ്ട കുറെ പക്ഷികളെ കുറിച്ച് കൊത്തിക്കുറിച്ച കുറെ വാക്കുകൾ, അതൊരു രചനയായി വന്നതാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ ഈ കൊച്ചു സാഹിത്യകാരി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പക്ഷികളെ എനിക്ക് ഇന്ന് കാണാൻ കഴിയും, ഒരു പക്ഷേ നാളത്തെ തലമുറയ്ക്ക് ഇവയെ കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതാണ് ലോകം ഇന്ന് സംസാരിക്കുന്ന സുസ്ഥിര വികസന പദ്ധതികൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ആ കൊച്ചു കുട്ടിയുടെ കണ്ണിലൂടെ കണ്ട കാര്യങ്ങൾ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ആ കുട്ടിയുടെ ഭാഷയിൽ, ഉദാഹരണത്തിന് നമ്മൾ കാണുന്ന മരം കൊത്തി, വുഡ് പെക്കർ, ആ കുട്ടിക്ക് ഗ്ലാസ് കൊത്തിയാണ്, ഗ്ലാസ്സിൽ കൊത്തുന്ന ഗ്ലാസ് കൊത്തി, അതിനാണ് കുട്ടി കണ്ടെത്തുന്നത്. അങ്ങനെ ചുറ്റും കാണുന്ന പക്ഷികളെയും മറ്റു പ്രകൃതിയിലുള്ള കാര്യങ്ങളെയും കണ്ടെത്തി
അതിനെ ഒരു സാഹിത്യമാക്കി മാറ്റിയ ഈ കൊച്ചു മിടുക്കിയെ അഭിനന്ദിക്കുന്നു. നന്മ നിറഞ്ഞ നാളുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ ബഹുമാന്യനായ ബിനവിശ്വൻ സാറുണ്ട്. മോഹനേട്ടനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മോഹനേട്ടൻ ഷാർജക്കാർക്കും ദുബൈക്കാർക്കും പുസ്തകോത്സവത്തിനൊക്കെ വളരെയധികം പ്രിയങ്കരനായ മോഹനേട്ടനുണ്ട്. സഗൈതം പബ്ലിക്കേഷൻസിന്റെ MD ഉണ്ട്. എല്ലാവരെയും നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സ്മിത മാഡത്തെ വിട്ടുപോയി. സ്മിത മാഡത്തെ സ്വാഗതം ചെയ്യുന്നു. Thank you. Now let's move straight away to the book release function. To release the book, I humbly request Binoy sir to hand over the book to Miss Smita Nambiar. ഞാൻ എല്ലാ പേരുകളും ഓരോന്നോരോന്നായി പറയുന്നില്ല. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ വിനയപൂർവ്വം തലകുനിക്കുന്നു. ഈ മോളെ ഞാൻ ആദ്യമായിട്ട് ഇന്നാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴും ഒരു പകുതി ഉറക്കത്തിലാണ്. നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഇഷ്ടപ്പെടുന്ന ഉറങ്ങാൻ വേണ്ടി തന്നെയാണ്. നമ്മുടെ സംഗീതത്തിൻ്റെ സംഗീതയെ അറിയാം. സംഗീത മരുഭൂമിയിൽ വെള്ളം ഉണ്ടാക്കുന്ന പോലെ പുസ്തകം ഉണ്ടാക്കുന്ന ആളാണ്. ഞാൻ വളരെ മടിച്ചു പഠിച്ചിരിക്കുമ്പോൾ എന്നെ അദ്ദേഹം പഠിച്ച് ഒരു പുസ്തകമുണ്ടായി. അതിൻ്റെ പങ്ക് മുഴുവൻ നിരന്തരമുള്ള വിളിക്കാണ്. ആ പരിചയം എനിക്കുണ്ട് സംഗീതമാണ്. ഇങ്ങനൊരു പുസ്തകമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ സന്തോഷം പറഞ്ഞു. അത് ഒന്ന് വന്ന് പ്രകാശനം ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പ്രയാസമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൊച്ചു കുട്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ചാഞ്ചാടി. അപ്പോൾ ആ കുട്ടി തീരെ കൊച്ചുകുട്ടിയാണ്. അവർക്ക് സന്തോഷമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കാം. എത്ര മണിക്കാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു. എന്നോണം പറഞ്ഞു 10 മണി എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു 9 മണിക്കൂർ പ്രോഗ്രാം ഉണ്ട് ഇവിടെ. 9:50 കഴിയും. 10 മണി ഞാൻ സമ്മതിച്ചു. പിന്നെ പറയുന്നത് 10:30-ക്കാണ്. അതെല്ലാം ഞാൻ പറയുന്നത് ഒരു കുടുംബ സദസ്സ് പോലെ എല്ലാവരും വിരുന്നുകാരൊന്നുമില്ല. എല്ലാവരും വീട്ടുകാരാണ്. സോ നമുക്കിടയിൽ ഇതൊക്കെ പറയാനുള്ള അവകാശമുണ്ട്, സ്വതന്ത്രമുണ്ട്, അടുപ്പമുണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ, ആകർഷണീയത എന്ന് പറയുന്നത് നമ്മൾ അന്ന് പഠിക്കുന്നത് കോവിഡ് കാലം. അന്ന് പഠിക്കുന്നത് 7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ്സിലൊരു കുട്ടി എല്ലാം അടച്ചു കൂട്ടപ്പെട്ട കാലത്ത് ആരും ആരോടും കാണാനാകുന്നില്ല, എന്താനാകുന്നില്ല, പോകാനാകുന്നില്ല. സ്കൂള് പൂട്ടി, ഓഫീസ് പൂട്ടി, ജീവിതമാകെ ലോകം മുഴുവൻ സ്തംഭിച്ചു വന്ന കാലത്ത് ഒരു 7ാം ക്ലാസ്സുകാരി തൻ്റെ വീടിൻ്റെ ജനാലയിൽ കൂടി ലോകത്തെ കാണുകയാണ്. ലോകത്തെ കാണുമ്പോഴത്തേക്കും നമ്മളെല്ലാം കണ്ടതുപോലെ തന്നെ അവളെ കണ്ടത്. പക്ഷെ അവളുടെ കണ്ണിൽ പതിഞ്ഞത് എന്നും രാവിലെ വരുന്ന പക്ഷികളാണ്. ഒരു പക്ഷി, 2 പക്ഷി, നോളിങ്ങനെ എണ്ണി ദിവസങ്ങൾ 1-2 അല്ലല്ലോ. കോവിഡ് കാലത്ത് പറഞ്ഞാൽ എത്രയോ ലോക്ക്ഡൗൺ ദിനങ്ങളിലൊക്കെ ആ കുട്ടി ഇങ്ങനെ പക്ഷികളെ കണ്ടു. ടെക്നിക്കലായിട്ട് അത് സാങ്കേതിക അർത്ഥത്തിൽ പക്ഷി നിരീക്ഷകരാകാൻ വേണ്ടിയല്ല, ഒരു കൗതുകത്തിൻ്റെ കണ്ണോടുകൂടി നിഷ്കളങ്കമായ ചിന്തകളുള്ള, എന്നാൽ മനുഷ്യരോടും ലോകത്തോടും ജീവിതതലങ്ങളോടും മണ്ണിനോടും വല്ല സ്നേഹമുള്ള ഒരു സ്വാഭാവിക മനസ്സാണ് ആ പക്ഷികളെ കണ്ടത്. ആ കാഴ്ചയാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചു, ശാസ്ത്രമംഗലത്ത് ഉള്ള വീടിൻ്റെ അവിടെ നോക്കിയാൽ
എത്ര പക്ഷിയെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചോളൂ. 10 പക്ഷി എന്ന് പറഞ്ഞു. എനിക്കറിയില്ല 10 പക്ഷികൾ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം അങ്ങനെ 10 പക്ഷികളൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ സമ്പന്നമാണെന്ന് ഞാൻ പറയും. പല നഗരങ്ങളിലും ഇപ്പോൾ പക്ഷികളുടെ എണ്ണം കുറയുകയാണ്. നമ്മൾ പറയുന്ന എല്ലാ വികസനവും നമ്മൾ പറയുമ്പോഴും അത് മറന്നു പോകണ്ട. പല സ്ഥലങ്ങളിലും പക്ഷികൾ പല ജീവികളും കാണാനില്ല. പുഴയിൽ നമ്മൾ പണ്ട് കണ്ട പല മത്സ്യങ്ങളും ഇന്നില്ല. ഇല്ല. നാം പണ്ട് കണ്ട എല്ലാ പൂക്കളും ഇന്നില്ല. നാം പണ്ട് കണ്ട ശലഭങ്ങളെല്ലാം ഇന്നില്ല. ഇതെല്ലാം എവിടെ പോയി? പലതും മാഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ ചിലപ്പോൾ പലതും പൊടി പോലെ ബാക്കിയുണ്ടാകും. പരിപൂർണമായിട്ടും വംശമറ്റ് പോയ ജീവജാലങ്ങളുടെ 1, 2, 3 അല്ല 10,000-കണക്കിനാണ്. ഇതാണ് മനുഷ്യൻ്റെ മുമ്പിലുള്ള വലിയ വ്യഥ. അതേപ്പറ്റി ഒരു കുട്ടി ചിന്തിക്കുകയാണ്. ഈ കാണാതെ പോയ ഓരോ ജീവിയും നമ്മോട് പറയുകയാണ്, ഇന്ന് ഞാൻ നാളെ നീയെന്ന്. എല്ലാം ഒറ്റപ്പെടുക്കാൻ വേണ്ടി എല്ലാത്തിൻ്റെയും കേന്ദ്രസ്ഥാനത്ത് പണം മാത്രമാണെന്ന് കണ്ടുകൊണ്ട് പരക്കം പറ്റുന്ന മനുഷ്യൻ, അതിനുവേണ്ടി എല്ലാ ബന്ധങ്ങളെയും തുറക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ നടത്തുന്ന ഭൂമിക്ക് പേരുള്ള പ്രകൃതിക്ക് പേരുള്ള സ്വന്തം ജീവിതത്തിൻ്റെ കൂടെ ജീവിക്കാൻ അവകാശപ്പെട്ട എല്ലാ ഇതര ജീവവംശങ്ങൾക്കെതിരായിട്ടുള്ള അവൻ്റെ ഭ്രാന്ത് പിടിച്ച നീക്കത്തിൻ്റെ ഫലമായിട്ട് നമ്മളറിയാതെ നമ്മുടെ നാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരാണ്. ഇതാണ് സത്യം. ഈ സത്യം നമ്മുടെ മക്കൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മളെക്കാളും ഒരു വലിയവരാണ്. നമുക്കുള്ളതിനേക്കാളും അവർക്ക് ഒരു ഉൾക്കണ്ണുണ്ട്. ആ കണ്ണോടുകൂടി ഒരു കുട്ടി പക്ഷികളെ കണ്ടപ്പോൾ ആ പക്ഷികളിലൂടെ ഒരു മഹാസത്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നീയും മരിക്കാത്ത ഭൂമിയിൽ നിന്നാസന്ന മുടിയിൽ നിനക്ക് ആത്മശാന്തി എന്ന് പാടിയ വലിയ കവിയെപ്പോലെ അവളും പറയാൻ ശ്രമിക്കുകയാണ് അവളുടെ രീതിയിൽ. നീയും മരിക്കാത്ത ഭൂമിയിൽ മരിക്കാൻ ബാക്കിയുള്ള ജീവികളെ കണ്ടുകൊണ്ട് ആ ജീവികളെ രക്ഷിക്കേണ്ട ആവശ്യകതയെപ്പറ്റി പറഞ്ഞുകൊണ്ട് നമുക്കും ജീവിക്കാൻ അതാണ് വഴിയെന്ന് പറയുന്ന ഈ മോളുടെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൻ്റെ വേളയിൽ ഇത്രയും ഞാൻ പറയുന്നത് നല്ല ഉറപ്പോടുകൂടി തന്നെയാണ്. ഇപ്പോൾ ഉറങ്ങുകയല്ല ഞാൻ, ഉറങ്ങാതെ ഉണർവോടെ ഞാൻ പറയുന്നു, ഈ തലമുറയെ കാണണം, ഈ തലമുറയെ കേൾക്കണം, അവരുടെ ശബ്ദത്തെ മാനിക്കണം, അവർ വലിയവരാണെന്ന് തിരിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. അവർക്ക് എല്ലാ വിജയങ്ങളും നന്മകളും നേരുന്നു ഞാൻ. നമസ്കാരം. വളരെയധികം നന്ദി ഈ സദസ്സിൽ എത്തിയതിലും ബുക്ക് പ്രകാശനം ചെയ്തതിലും ഈ ചിന്തോദ്ദീപകമായ വാക്കുകൾ നമ്മളുമായി പങ്കുവച്ചതിലും വളരെയധികം നന്ദി പ്രകാശിപ്പിക്കുന്നു. Next, I would like to invite Smita Nambiar to speak few words, not few words, a lot of words. She is very familiar to all Keralites. She started her media career from Kaili TV, then headed the Kerala team of Radio Mirchi. Now she is in Dubai as a brand and equity and event management professional working with ADM. I request Smita Nambiar to speak few words. Thank you, Sajjad. Hello everyone. Nature's Alleys, Marwa Sajjad എന്നൊക്കെ പറയുമ്പോൾ ഒരു 5 വയസ്സുള്ള കൊച്ചു കുട്ടിയാണ് മനസ്സിൽ. എൻ്റെ മോനും മരവി ഒരുമിച്ച് പഠിച്ചതാണ് ക്രൈസ്റ്റ് നഗറിൽ. കുറേ കുഞ്ഞുനാൾ മുതലേ കാണുകയാണ്. മരവ അന്നും ഇന്നും വിസ്മയിച്ചിട്ടേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇത്രയും ഇഫക്റ്റീവായിട്ട് കുഞ്ഞുനാൾ മുതലേ കാണുന്ന ഒരു കുട്ടി, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കുട്ടി എന്ന രീതിയിൽ മരവ ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങിയപ്പം ആക്ച്വലി മരവയുടെ അമ്മ ഫാത്തിമ എൻ്റെ ഒരു സുഹൃത്താണ്. ഫാത്തിമ വിളിച്ച് പറഞ്ഞപ്പം എനിക്ക് അതിശയോക്തിയൊന്നും തോന്നിയില്ല. കാരണം മരവ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും അല്ലേ മരവ? അത്ര കേപ്പബിളാണ്. അത് മാത്രമല്ല, ഇതിൽ വിനോയ് സാർ പറഞ്ഞ പോലെ ഒരു കമ്പാഷനേറ്റ് ഹ്യൂമൻ ബീയിങ് ആണ് എന്നത് ഒരു ഇൻസ്പിറേഷണൽ വർക്കായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ് ശരിക്കും പറഞ്ഞത്. കാരണം ഒരു പ്രാവ് പിടഞ്ഞു വീഴുന്നിടത്ത് നിന്ന് ഒരു
പക്ഷികളുടെ കഥകളിലൂടെ, പക്ഷികളുടെ സ്പീഷീസിൻ്റെ കഥകളിലൂടെ അറ്റൻഷൻ ടു ഡീറ്റെയിലാണ് പുസ്തകം മുഴുവൻ. ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല, പിടഞ്ഞു വീണ പ്രാവിനൊരു പേര്, അതിൻ്റെ ഓരോ അവസാന ശ്വാസത്തിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വേരിയേഷൻസ് ഒപ്പിയെടുത്തിരിക്കുന്ന രീതികൾ, അതുകൂടാതെ 10ഓളം പക്ഷികളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് രസകരമായിട്ട് കോൺവെർസേഷനോട് കൂടി ചേർത്ത് എഴുതിയത്. ഇതെല്ലാം വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും ഒബ്സർവ് ചെയ്യാനും പറ്റുന്ന ആളുകൾക്ക് മാത്രം പറ്റുന്ന ഒരു പരിപാടിയാണ്. മാരവ അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയ കുട്ടികൾക്ക് എന്താ പറയുക, ഇപ്പം എല്ലാവരുടെയും അറ്റൻഷൻ സ്പാൻ ഒരുപാട് കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും പുതിയ ജനറേഷനിൽ ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡിനകത്ത് അതിൽ കൂടുതൽ കാര്യങ്ങൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു അറ്റൻഷൻ സ്പാൻ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇത്തരം കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തികൾ തീർച്ചയായും വരും തലമുറകൾക്ക് 100% ഒരു ഇൻസ്പിറേഷനാണ്. ഞാൻ so happy, and Sajad and Fatima, you guys have done a good job, promoting her, inspiring her. Thank you so much. She's a promise. Thank you. Now I would request our little mother, my dearest daughter, to say a few words about the process of writing this book. Respected Vinay sir, Smita aunty, Mohan sir, Sangeeta aunty, and my great uncle Mr. Sharif, and all the guests who have come here to join me on this happy occasion. I'm truly honored to have your presence here today. So, I love to read. I used to love losing myself in a fictional world, giving life to characters. But I also had a lot of encyclopedias at home. There was this big fat red one, and the only thing I remember in detail about it was that it used to accumulate a lot of dust, and that it had this menacing look on the top of my bookshelf. I'm sure we've all owned books like that at some point in our lives, but most of my generation would prefer the sweet memories of Harry Potter and Geronimo Stilton. I had this one book, a very captivating short story, and it was about 2 children and their parents who would go on picnics, on visits to a zoo, and the author somehow managed to sneak in a bit of information into these books about birds, about bees, about fruits, about lightning and whatnot. And this is what inspired the author I am today. Along with reading, writing is something I've embraced from a young age. I love to pen down my experiences. I used to occasionally submit a magazine entry or post a blog, but none of this was ever consistent. I never had the habit of keeping a diary. But then, everyone wants to become an author at some point in their lives. And so one day I decided to combine this with my fervent passion for nature, and this is what led to the birth of Nature's Allies. It's a collection of experiences, and I've written it in a way, I hope I've written it in a way in which the people who read it, my audience, won't feel like they're reading a book. Rather than that, they'd feel more like I'm talking to them, just as I'm talking to you right now. I hope. And so this was also after many failed attempts at writing a science fiction novel. And if not fiction, I thought I'd do something useful. But never in my wildest dreams did I ever expect myself to actually publish this book. And for this, I would love to thank Psychodom Books for making this a reality. I remember, same time this year, I was here at Sharjah Book Fair. But simply as an avid reader who was here to check out a new variety of books on sale. The very faint hopes of becoming an author had vanished by then, and I'd set my manuscript aside for a while. That's when I met Sangeeta aunty, who had faith in my work and decided that the rest of the world should see it, and thank you so much for that. I'd also like to thank the many people, the multitude of people who proofread this book, including my own parents, my grandparents, my cousins, the younger siblings of some of my friends, and Ms. Sharada, who is an environmentalist and a journalist, Mr. Basil Peter, who is a wildlife photographer, and I must not forget Dr. Jacob Alexander, who is the former assistant director of Trivandrum Zoo. Now, getting to my point.
what is Nature's Allies all about? I'm just here to let you know, frankly, that it's not a literary masterpiece, nor is it the kind of book that will keep you captivated. One more page and then I'll go sleep. No, it's not that kind of book. But I can assure you that it's a light read, something that will let you appreciate the wonders that nature has set for you. It's a kind of book wherein each chapter is a rendezvous with a different kind of bird. And it will let you know, that it will show you that nothing can get crazier than being able to experience the wonders of nature even in the midst of development. Coming to the characters in my book. Apart from birds that can talk, lick windows and climb on top of trees, the main characters are myself, my mother, my grandparents, my neighbors and cousins. Now, coming to my mother, she always used to tell me that I'm someone who needs to be reminded of my capabilities in order for me to achieve things. And Ummi, you were so right, because without your constant nagging, I would have never sit in front of the computer for that long. So when she told me that I shouldn't keep this book purely informational, I thought, what better way to spice things up than include a few of our own conversations in this book, and that's what I've done. I've sprinkled it all over the book. Now, you might be thinking why my father is missing throughout the entire book, and that's because it was written when I was in 7th grade during lockdown, when he was stuck here in UAE and we were back in Kerala. But you could say he's one of those unsung heroes, one of those behind-the-scene characters. And I recall back in 3rd grade on Father's Day, I wrote him this long, very heartfelt Father's Day wish. I sent it to him, and the reply I got was the same thing but corrected. I was extremely irritated. But today I realized that without his constant support, his moral guidance and technical assistance, I would never be here as what I am today. I'd also love to thank my grandparents who have been excited for me from the beginning. 2 of them are right here and the other 2 are in India and could not join us. I'd love to thank my friends, my teachers, and everyone who has been there for me from day one. Thank you so much. Thank you. Thank you. I hope she will continue the writing spree. Now I request Sri Mohan sir to say a few words. ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് മോൾക്ക് എല്ലാവിധ ആശംസകളും. വളരെ ഇൻസ്പയറിംഗ് ആണ് അവളുടെ സംസാരം. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട് നിന്നിൽ. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ നമുക്ക് നമ്മുടെ MP ഉറങ്ങേണ്ട സമയമുണ്ട്. അതുകൊണ്ട് ഇനിയും നമ്മുടെ അദ്ദേഹത്തിനെ ഇരുത്തി ബുദ്ധിമുട്ടിക്കുന്നതിൽ ശരിയല്ല. അതുകൊണ്ട് സംഗീത എന്താ പറയാനുള്ളത് കേട്ടോടെ നമുക്ക് പിരിയാം. അതായിരിക്കും നല്ലത്. ഇന്ന് യാത്ര ചെയ്തല്ലേ ഉള്ളൂ അല്ലേ? കുഴപ്പമില്ല. ഓക്കെ. നമസ്കാരം. ഈ പുസ്തകമേളയിലെ ആദ്യത്തെ പുസ്തക പ്രകാശനമാണ് സ്നേഹത്തിൻ്റെത്. ഇതിന് ബിനോയ് വിശ്വം സാറിന് തന്നെ കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ട്. ഞാൻ ശരിക്കും കാല് പിടിച്ച പോലെ പറഞ്ഞിരുന്നു. സാറിന് ആദ്യം തീരെ വയ്യായിരുന്നു എങ്കിലും സാറ് എൻ്റെ റിക്വസ്റ്റ് അംഗീകരിച്ച് എന്നെ ഉപേക്ഷിക്കാതെ ഇത് അക്സെപ്റ്റ് ചെയ്തതിന് ഏറെ സന്തോഷത്തോടെ ഞാൻ സാറിന് നന്ദി പറയുന്നു. അതുപോലെ സ്മിത നമ്പ്യാരെ ഈ പുസ്തകം ഏറ്റുപോകാനായിട്ട് കിട്ടിയതിന് ഏറെ സന്തോഷമുണ്ട്. ഏറെ നന്ദി പറയുന്നു. ഏറെ സന്തോഷത്തോടെ നന്ദി പറയുന്നു. നമുക്ക് മോഹൻകുമാർ സാറ് ബൈ മിസ്റ്റേക്കിൽ ഇതിങ്ങനെ വന്നുപോയതാണ്. സാറിന് തന്നെ ഈ പുസ്തകം ഇവിടെ ഞങ്ങളുടെ കൂടെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നതിനെ ഓർത്ത് സാറിനോട് ഏറെ സന്തോഷത്തോടെ നന്ദി പറയുന്നു. അതുപോലെ ഷെരീഫ് അങ്കിളിനോടും അധ്യക്ഷനായ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ നമ്മൾ പുസ്തക പ്രകാശനത്തിൻ്റെ ഏറ്റവും ഏറ്റുവാങ്ങാനോ ഒക്കെ ആയിട്ടാണ് ഇവിടെ വിളിച്ചിരുന്നത്. എങ്കിലും അധ്യക്ഷനായ അദ്ദേഹത്തെ കിട്ടിയതിന് ഏറെ സന്തോഷത്തോടെ നന്ദി പറയുന്നു. ഈ ചടങ്ങ് ഭംഗിയായി ശരിക്കും നമ്മുടെ സമയം ഇവിടെ തീർന്നു. അരമണിക്കൂറാണ് ആകെയുള്ളത്. ഇത്രയും ലാസ്റ്റത്തെ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ആരും ഒത്തിരി ശല്യം ചെയ്യാത്തത്. അങ്ങനെ ഈ പ്രോഗ്രാം ഭംഗിയായി കഴിഞ്ഞതിന് കുറച്ച് സന്തോഷം. ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.